നമ്മളെ ക്രിസ്മസിനൊക്കെ ചെയ്യുന്ന ഒരു കേക്കാണ് യൂൾ ലോക്ക് ക്രിസ്മസ് കേക്ക്. അങ്ങനെയാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഇത് ചോക്ലേറ്റ് മോയിസ്റ്റ് സ്പഞ്ചാണ് ഇൻസൈഡ് വരുന്നത്. അതുപോലെ തന്നെ ബട്ടർ ക്രീമാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യുന്നത് ഇൻസൈഡ്. അപ്പം നമ്മൾ നോർമൽ ഫ്രഷ് ക്രീം അല്ല, അത് കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ബട്ടർ ക്രീം തന്നെ ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ ഒരു ടോപ്പിൽ നമ്മൾ ഈ ഒരു വുഡ് എഫക്റ്റ് കൊടുക്കണം. വുഡ് എഫക്റ്റ് കൊടുക്കുന്നതിന് നല്ല തിക്ക് എനാഷാണ് കേട്ടോ എടുക്കുന്നത്. ഈ തിക്ക് എനാഷിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മളുടെ ഒരു ഏതെങ്കിലും ഒരു നോസിൽ വെച്ചിട്ട് ഒന്ന് ബോർഡർ നോസിലൊക്കെ മതി, ആ ഒരു നോസിൽ വെച്ചിട്ട് ഒന്ന് ഇത് കണക്ക് ജസ്റ്റ് വെറുതെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ലാസ്റ്റ് എൻ്റെ ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന കറക്റ്റ് ഒരു വുഡിൻ്റെ ആ ഒരു മോഡൽ തന്നെ നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു തിക്ക് ഗനാഷ്, ചോക്ലേറ്റ് പ്ലസ് ചോക്ലേറ്റ് ക്രീം, അതേപോലെ ബട്ടർ ക്രീം, ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്ക് ആ കേക്കിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ കേക്കായിരിക്കും കേട്ടോ. എനിക്ക് സ്ഥിരം ഓർഡർ ചെയ്യുന്നൊരു കസ്റ്റമറാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേ കണക്ക് ക്രിസ്മസിൻ്റെ തലേന്നോ എൻ്റെ തലേന്നോ കണ്ട് ഈ യൂൾ ലോക്ക് കേക്ക് എനിക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചത്. പക്ഷേ തലേന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വളരെ പാടായിരിക്കും. ഇതിനൊരു 3 to 4 days മുന്നേ ഇത് പ്രീ ബുക്ക് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതേപോലെ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അല്ലാതെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ക്രിസ്മസ് തീമും അത് കുറച്ച് ബോൾസും അതും ഇതും ഒക്കെ വെച്ചിട്ട് നമ്മളെ ക്രിസ്മസ് പപ്പയായിട്ട് കുറയ്ക്കേണ്ട അതും വെച്ച് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോസ് എല്ലാം. അപ്പോൾ ലൈക്ക് ചെയ്യാതെ ഒരു കമൻറ്റെങ്കിലും ഇടണം. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.